ദിനത്തിൽ ദിവ്യബലിക്കും ഇന്നത്തെ കാലത്തെ വചനവിരുന്നിനും റെവറൻഡ് ഫാദർ റിജു പയ്യപ്പള്ളി അച്ഛനും തുടർന്നുള്ള വചനചിന്തകൾ പങ്കുവയ്ക്കാനും ആരാധന സമാപനത്തിനുമായി റെവറൻഡ് ഫാദർ റാഫേൽ ഓക്കാടനത്തിനും നേതൃത്വം നൽകി. അതുപോലെ തന്നെ ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കുള്ള അധികാരം ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കുള്ള അധികാരം. പ്രാർത്ഥനാ ജീവിതത്തിനായി സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം വാക്യങ്ങളും 3 മുതൽ 12 വരെ. വിവാഹമോചനത്തെ കർത്താവ് വെറുക്കുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിസരങ്ങൾ അടുത്ത് ചെന്നവരെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും. നിത്യം ജീവിക്കുകയും ചെയ്യും. ഞങ്ങൾക്കായി കൊടുക്കണമേ. Hallelujah.
നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധിക്കില്ല. ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. നീതി പ്രവർത്തിക്കാത്ത ഒരുവരും ദൈവത്തിൽ നിന്നുള്ളവനല്ല. എന്റെ സഹോദരനെ സ്നേഹിക്കാത്തവരും അവനെ. നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഈശോ സാധിച്ച് തരും. പ്രത്യേകിച്ച് നോക്കുക, ദൈവം എന്തുമാത്രം നമ്മിലേക്ക് കൃപ ചൊരിഞ്ഞാലും, ദൈവം എന്തുമാത്രം നമ്മിലേക്ക് കൃപ വർഷിച്ചാലും ചിലപ്പോൾ നമുക്കത് സ്വീകരിക്കാൻ പറ്റണമെന്നില്ല. ശ്രദ്ധിച്ചു കേട്ടെ, ദൈവം എത്രയൊക്കെ നമ്മിലേക്ക് അനുഗ്രഹം ചൊരിഞ്ഞാലും, ദൈവം എത്രയൊക്കെ നമ്മിലേക്ക് അനുഗ്രഹം വർഷിച്ചാലും ചിലപ്പോൾ നമുക്ക് അത് സ്വീകരിക്കാൻ പറ്റണമെന്നില്ല. ഈ പാപം എന്ന് പറയുന്ന തടസ്സം, ഈ പാപം അത് നീക്കം ചെയ്യാൻ, അത് ഇല്ലാതാക്കാൻ, ആ പാപക്കറ മാറ്റി കളയാൻ എന്താ മാർഗം? നമ്മൾ എന്താ ചെയ്യണ്ടേ? എന്താണ്? പാപത്തിന്റെ ശിക്ഷ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് കുറച്ചു നേരം നമ്മൾ അതൊന്നും കേൾക്കാൻ പോവാണ്. പാപത്തിന്റെ ശിക്ഷയെ കുറിച്ച് നിങ്ങൾ ആരെയും കേൾപ്പിക്കാൻ വേണ്ടിയോ ഭയപ്പെടുത്താൻ വേണ്ടിയോ ഒന്നുമല്ല പാപത്തിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നത്. മറിച്ച് അത് മനസ്സിലാക്കുന്നതോടെ വ്യക്തമാക്കാം. ഒരു ഭാര്യമാണ് എന്റെ വീട്ടിലൊക്കെ അന്നപ്പം ചേർത്ത് അന്നമ്മ ചേർത്തി ഭാര്യ ഭർത്താവാണ്. ഇടയ്ക്ക് ഒരു രണ്ടോട് തല്ലുകൂടും. തല്ലുകൂടി തർക്കിക്ക് വാദിക്കുകയൊക്കെ ചെയ്യും. തർക്കം കൊണ്ട് വാദം കൊണ്ട് ചിലപ്പോൾ ഈ അന്നമ്മ ചേട്ടത്തേക്ക് ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ അന്നമ്മ ചേട്ടത്തി സ്ഥിരമായി പറയുന്ന ഡയലോഗ് എനിക്ക് അമ്മച്ചിമാരെന്ന് പറയും, നിങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നവർ എന്താ പറയാറ്, എന്നെയാണ് ശിക്ഷിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്ന വചനങ്ങളും ബൈബിളിലുണ്ട്. ഒരു വിഷയത്തെ കുറിച്ച് തന്നെ ഒരു സ്ഥലത്ത് അറിയെന്ന് പറയുന്നു, വേറെ സ്ഥലത്തല്ല എന്ന് പറയും. ബൈബിളിൽ ഒരു വിഷയത്തെ കുറിച്ച് ബൈബിളിൽ ഒരു സ്ഥലത്ത് അറിയെന്ന് പറയുന്നു, അതേ വിഷയത്തെ കുറിച്ച് വേറെ സ്ഥലത്തല്ല എന്ന് പറയും. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. പലതും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. നമുക്കൊരു കൺഫ്യൂഷൻ വരാം, ഇത് ഏതാ ശരി, ഇപ്പൊ ഏതാ ശരി, അത് ഏതാണ് ശരി എന്ന് അറിയാൻ തിരുസഭ ആ വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും ഔദ്യോഗികമായി വ്യാഖ്യാനിച്ചിട്ടുണ്ടോ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. മരിച്ചാൽ മരിക്കുമ്പോൾ തന്നെ എവിടേക്ക് പോണേ? പാപമോചനം സ്വീകരിക്കാതെ മരിച്ചാൽ മരിക്കുമ്പോൾ തന്നെ എവിടെ പോണേ? നരകത്തിലേക്ക്. ഒരാൾ നരകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര കുർബാന ഇല്ലാതെ ആ സുഹൃത്തേക്ക് എത്തിക്കാൻ പറ്റാം? സഹനവും കൂട്ടി വെച്ചാലും നരകവേദന ഒരു നിമിഷത്തെ വേദനയ്ക്ക് തുല്യമാവില്ല. നമുക്ക് ഒന്നിനോട് തന്നെ കമ്പയർ ചെയ്യാനില്ല. ഈ ഭൂമിയിൽ അങ്ങനെ സഹന വേദനയ്ക്കുക, ഒന്നിനോടും താരതമ്യം ചെയ്യാൻ പറ്റാത്ത, ഒന്നിനോടും തുലനം ചെയ്യാൻ പറ്റാത്ത അതിതീവ്രമെന്നോ കഠിനമെന്നോ ഒരു വാക്കും നമുക്കത് പകരം ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് എത്ര നാളത്തേക്ക് നരകത്തിൽ കിടക്കേണ്ടി വരിക? എത്ര നാളത്തേക്ക്? 5 ദിവസത്തേക്കോ 5 ആഴ്ചയ്ക്കോ 5 മാസത്തേക്കോ 5 വർഷത്തേക്കോ 50 വർഷത്തേക്കോ 500 വർഷത്തേക്കോ 5000 വർഷത്തേക്കോ അല്ല, നിത്യമാണ്. ഒരിക്കലും പ്രതികാരമായി സങ്കല്പിക്കരുത്. അപ്പൊ നിത്യശിക്ഷയാണെങ്കിലും കാലിക ശിക്ഷയാണെങ്കിലും ദൈവം നമുക്ക് നൽകുന്ന പ്രതികാരമോ ദൈവത്തിന് നൽകുന്ന ശിക്ഷയോ അല്ല എന്ന് അസന്നിഗ്ധമായിട്ട് സംഭവിപ്പിക്കും. അതിനുള്ള നേരം കരുതുന്നത് ഇവിടെ വെച്ചെടുത്ത ടിക്കറ്റ് ഏതാണോ അതനുസരിച്ച് നേരെ നമ്മൾ അതുകൊണ്ട് പ്രവേശിക്കേണ്ടതായിട്ട് വരും. വരുന്ന കാര്യങ്ങൾ അതല്ലെങ്കിൽ ചിലപ്പോൾ കാണുന്ന അശ്ലീല സിനിമകൾ, അശ്ലീല പുസ്തകങ്ങൾ, ഇതൊക്കെ ഒരിക്കൽ ചെയ്താൽ വീണ്ടും ചെയ്യാൻ, വീണ്ടും ആവർത്തിക്കാനുള്ള പ്രേരണ ശരീരം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ബ്രെയിൻ ആ വിധത്തിലാകും. നമ്മളെ പാപത്തിന്റെ ഒരു പ്രത്യേകതയാണ്, പാപം ചെയ്യുമ്പോൾ നമ്മൾ പാപത്തിന് അടിമയായിട്ട് മാറാം. ആദ്യം ചെയ്യും, അത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആദ്യം ചെയ്യേണ്ടത് അനുസരിച്ച് തുറന്ന കുമ്പസാരം നടത്താനുള്ള ഈ അടിമത്തിന് സ്വന്തമാണ്. ഒരു കുളത്തിൽ കിടക്കുന്ന മത്സ്യം സർവ്വസ്വാതന്ത്ര്യത്തോടെ അവിടെ നീന്തിപ്പാഞ്ഞ് നടക്കുന്നു. ഒരു മീൻപിടുത്തക്കാരൻ വന്നിട്ട് ചൂണ്ടക്കുളത്തിൽ വേറെ വെച്ച് വെള്ളത്തിലേക്ക് ഇടാം. മത്സ്യം ഈ ഇരയെ കണ്ടു. ശക്തമായ ടെംപ്റ്റേഷൻ, പ്രലോഭനം. എന്ത്? ഈ ഇര പൊട്ടി വിഴുങ്ങാനുള്ള പ്രലോഭനം. ചോദിക്കട്ടെ, ഇപ്പോൾ മത്സ്യം ബന്ധനാവസ്ഥയിലാണോ? മത്സ്യം ബന്ധനത്തിലാണോ? ആണോ അല്ലേ? പ്രലോഭനങ്ങൾക്ക് ഒരിക്കലും മരണം വരെ പ്രലോഭനങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കും. മരണം വരെ പ്രലോഭനങ്ങളെ പ്രതീക്ഷിക്കും. പ്രലോഭനങ്ങൾ ദൈവം അനുവദിക്കുന്നതിന്റെ കാരണം അത് നമുക്ക് അവസരമാണ്. ഇതിനുള്ള അവസരം വിശ്വസത്തിൽ ഇരിക്കാനുള്ള അവസരമാണ്. അപ്പൊ പ്രലോഭനത്തെയും അതുപോലെ ബന്ധനത്തെയും രണ്ടാണ് നമ്മൾ തിരിച്ചറിയണം, രണ്ടായിട്ട് മനസ്സിലാക്കണം. ഈ ബന്ധനമാകുന്നപ്പോഴാണ് പാപം ചെയ്തു കഴിയുമ്പോഴാണ് ബന്ധനമാണ്. പാപം ചെയ്തവരെ പ്രലോഭനമല്ല, ബന്ധനമാണ്. ബന്ധനത്തിന്റെ പ്രത്യേകത ശക്തമായ പ്രലോഭനം നമുക്കും ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ നമ്മൾ ബന്ധനാവസ്ഥയിലായിരിക്കുകയും ചെയ്യും. സംഭവിക്കുന്ന അപകടം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം നമ്മെ അസ്വസ്ഥത സൃഷ്ടിക്കും. പാപം ചെയ്തവരുടെ അടുത്ത ഘട്ടതാണ് നിരാശയുടെ ചിന്ത. 2, ഒരു നല്ല കാര്യം ചെയ്തില്ലെങ്കിൽ തന്നെ സുഖത്തിൽ പോകുന്നുള്ള വിദ്യാപ്രതീക്ഷ. ഒരു കാര്യം സത്യമാണെന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം നിഷേധിക്കും. മനഃപൂർവ്വം അതേ സത്യമാണ്, ശ്രമിക്കില്ല, ശ്രമിക്കില്ല. പരിശുദ്ധാത്മാവിലെ പാപമാണ്. 5, പാപം ചെയ്തത് അനുഭവിക്കാതെ പാപത്തിൽ തന്നെ തുടരുന്ന അവസ്ഥ. പരിശുദ്ധാത്മാവിന്റെ പാപങ്ങൾ. 5ാമത്തെ സമയം എന്നത് ദൈവസന്നിധിയിൽ
ശരിക്കും പശ്ചാത്താപത്തിൽ ഈശോ എനിക്ക് തെറ്റുപറ്റിയതിനോട് ക്ഷമിക്കണം. ഈ ഒരു മനോഭാവത്തോടെ ഈ ആത്മാവിന്റെ ദുഃഖത്തോടെ വേണം നമ്മൾ കുമ്പസാരിക്കാൻ വേണ്ടി. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഓ കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന. അഞ്ചാമത്തെ കാര്യം എന്താണ്? വൈദികം കൽപ്പിച്ച പ്രാശ്ചിത്തം നിറവേറ്റുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈദികം കൽപ്പിച്ച പ്രാശ്ചിത്തം നിറവേറ്റുക അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പാപമോചന ആശീർവാദം. പാപത്തെ നീക്കം ചെയ്തു, പാപത്തെ നീക്കം ചെയ്തു. എന്നാൽ പാപം ഉണ്ടാക്കിയ എല്ലാ ക്രമരാഹിത്യങ്ങളെയും അത് പരിഹരിച്ചിട്ടില്ല. നമ്മുടെ ഈ ക്ലാസ്സിൽ കേൾക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മള് ആദ്യം വേദനയും തീവ്രതയും അതൊക്കെ നേരത്തെ നമ്മളോട് പറഞ്ഞില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയുള്ള തോന്നണോ? ശുദ്ധീകരണാത്മാക്കളെ സഹായിക്കാനാണ് ഏറ്റവും വലിയ ആരോഗ്യ പ്രവൃത്തി അല്ലെങ്കിൽ സ്നേഹപ്രവൃത്തി. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ ഒറ്റ വാചകത്തിൽ സംഗ്രഹിക്കുകയാണെങ്കിൽ ശുദ്ധീകരണാത്മാക്കളെ വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ശുദ്ധീകരണാത്മാക്കളെ സഹായിക്കുന്നത്, അതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി. ശുദ്ധീകരണാത്മാക്കളെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ശുദ്ധീകരണാത്മാക്കളെ വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി. ഒന്ന് മനസ്സിലായോ? ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഉത്തരം പറയാം. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഔദാര്യമാണോ കടമയാണോ? കടമ. നമ്മൾ സ്ട്രോങ് ആണ്. ആ കടമ ഞാൻ നിർവഹിക്കാതിരുന്നാൽ അത് എനിക്ക് കടമായി മാറുകയും ആ കടമ ഞാൻ വീട്ടേണ്ടതായി വരികയും ചെയ്യും. അങ്ങനെയാണ് ഈ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കടമയാണോ ഔദാര്യമോ? വിശുദ്ധ അന്തോണീസ്, ഇവരുടെ വിശുദ്ധനെ കുറിച്ച് കേട്ടോ? അതുപോലെ ഫ്ലോറൻസിലെ വിശുദ്ധ അന്തോണീസ്, അദ്ദേഹം ഒരു ആർച്ച് ബിഷപ്പൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു നല്ല സുഹൃത്ത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു. ഈ പ്രാർത്ഥിച്ച എനിക്ക് വേണ്ടി പക്ഷെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല, ഈ പ്രാർത്ഥിച്ച എനിക്ക് വേണ്ടി പക്ഷെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല, നിന്റെ പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു. വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് നമ്മുടെ കടമയാണ്. മൂന്നാമത്തെ കാര്യം, എത്ര ദിവസം പ്രാർത്ഥിക്കണം? ഒരാൾ നമ്മുടെ വീട്ടിൽ നിന്ന് മരിച്ചുപോയി, 7 വരെയാണോ 41 വരെയാണോ 4 വരെയാണോ ദിവസം കണക്കറിയാം. നമ്മുടെ മരണം വരെ പ്രാർത്ഥിക്കണം, നമ്മൾ മരണം വരെ പ്രാർത്ഥിക്കണം. കാരണം എന്താ? ശുദ്ധീകരണത്തായിരിക്കുന്ന ആത്മാവ് എത്ര ദിവസത്തോടെ കിടക്കേണ്ടി വരുന്നു ആർക്കും അറിഞ്ഞോളാം. നമ്മൾ വിചാരിക്കുന്ന പോലെയോ നമ്മൾ ഊഹിക്കുന്ന പോലെയോ നമ്മൾ സങ്കല്പിക്കുന്ന പോലെയോ നമ്മുടെ കാൽക്കുലേഷനൊക്കെ ഒതുങ്ങിയില്ല. നമുക്ക് അറിഞ്ഞൂടെ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടത്തോടും വേദനയോടും കൂടെയാണ് ഈ പുരോഗതി നിർവഹിച്ചത്. ഇവിടെ ശുദ്ധീകരണത്തിന്റെ കാലാവധി നമ്മൾ വിചാരിക്കുന്ന കണക്കോ അളവൊന്നുമല്ല, അത്രയധികം കാലയളവ് ചിലപ്പോൾ ശുദ്ധീകരണത്തിലൂടെ ചിലപ്പോൾ വ്യക്തികൾക്ക് കടന്നു പോകേണ്ടി വന്നേക്കാം. സ്വർഗത്തോളം വിശുദ്ധി പ്രാപിക്കണം, ദൈവത്തിൽ ചെന്ന് ചേരാൻ ദൈവത്തോളം വിശുദ്ധി പ്രാപിക്കണം. നമ്മുടെ കാര്യമാണ് ദൈവത്തോളം വിശുദ്ധി പ്രാപിക്കണം. ഇത് ഈശോയെ പറഞ്ഞോളൂ. എവിടെ പറഞ്ഞോളെ? ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന വചനമുണ്ട്, അതായത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കും പോലെ നിങ്ങൾ പരിപൂർണരാകുക, നിങ്ങളുടെ സ്വർഗീയ പിതാവ് പരിശുദ്ധനായിരിക്കും പോലെ നിങ്ങൾ പരിശുദ്ധരാകുക. അതായത് ഈ സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നക്ഷത്രം വെച്ചാൽ പ്രപഞ്ചത്തിൽ ട്രില്യൺ നക്ഷത്രങ്ങളുണ്ട്. ഇതൊരു നക്ഷത്രം മാത്രം. വളരെ ഏറ്റവും അടുത്ത് ഭൂമിക്ക് അടുത്തുള്ളത് സൂര്യനാണ്. സൂര്യനേക്കാൾ വലുപ്പമുള്ള, സൂര്യനേക്കാൾ പ്രകാശമുള്ള എന്തോരം കോടി ട്രില്യൺ നക്ഷത്രങ്ങളുണ്ട്. അപ്പൊ ഈ പരിശുദ്ധിയുടെ പ്രകാശവുമായി നിൽക്കുന്ന കർത്താവിന്റെ മുന്നിൽ അശുദ്ധിയുമായി അഴുക്കുമായി നമ്മൾ എങ്ങനെ പോയിരിക്കും? ആർക്കാ ബുദ്ധിമുട്ട്? ഈശോയ്ക്കാണ് നമുക്കാണ്. നമ്മൾ സൂര്യനെ നോക്കി സൂര്യനാണ് ബുദ്ധിമുട്ട്, നമുക്കാണ് ബുദ്ധിമുട്ട്. ആർക്കാ ബുദ്ധിമുട്ട്? നമുക്കാ ബുദ്ധിമുട്ട്. കർത്താവിന് ബുദ്ധിമുട്ടൊന്നുമില്ല, കർത്താവിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മുടെ വീട്ടില് ഒരു ദിവസം ആകപ്പാട് ഓട്ടം ചാട്ടം, നമ്മൾ പ്രിപ്പയർ അല്ല. അപ്പൊ നമുക്കാണ് അസ്വസ്ഥത, കർത്താവിനല്ല അസ്വസ്ഥത. ശുദ്ധീകരണം, അതായത് നമ്മൾ മരിച്ച് തമ്പുരാന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ആത്മാവിന്റെ ശരിക്കുള്ള അവസ്ഥ വെളിപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ശുദ്ധീകരണം, ഒന്ന് ശുദ്ധീകരിക്കപ്പെടാണ് അത് കയറാൻ പറ്റിയ നമ്മളെ മനസ്സിലാകും, നമുക്ക് തന്നെ മനസ്സിലാകും. അത് ജെറൂമിന്റെ ഒരു ഡയറി ബുക്കിൽ പറയുന്ന സംഭവം, ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ നീതി. ഫൗസ്റ്റീനയുടെ ഡയറി നമ്മൾ 20 നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഫൗസ്റ്റീനെ കൂട്ടിക്കൊണ്ട് പോകാൻ, ശുദ്ധീകരണ അവസ്ഥയിലേക്ക്. എന്നിട്ട് തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യും, മറ്റു നമ്മൾ ചെയ്യും. തത്തുല്യമായ പരിഹാരമാണ് ഞാൻ ഉദ്ദേശിക്കണേ. അപ്പൊ ഞാനൊരാളെ മോഷിച്ചു, എന്നാൽ അതേസമയം ഓർക്കുക, സഹനം അതിൽ തന്നെ പുണ്യമാണോ? സഹനം അതിൽ തന്നെ പുണ്യമാണോ? അങ്ങനെ ആധ്യാത്മിക കാര്യപ്രവൃത്തികൾ, ഈ ആധ്യാത്മിക കാര്യപ്രവൃത്തികൾ ഒന്ന് കാര്യമായിട്ട് ഒരു ദിവസം നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാലേ
ഇതുമാത്രം കടം ഭൂരിപക്ഷത്തിൽ ജീവിക്കാൻ അറിയാവോ? സഭ പ്രഖ്യാപിച്ച ദണ്ഡവിമോചനം നേടിയെടുക്കുക ഈ പറഞ്ഞ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ്. ദണ്ഡവിമോചനങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയാം, കഴിയുന്ന നമ്മൾ നേടിയെടുക്കണം. അതിനൊരു ചുരുക്കി ദണ്ഡവിമോചനം കിട്ടാൻ സകലത്തിന്റെയും മരണത്തിന്റെയും യോഗ്യത, സകല വിശുദ്ധയുടെയും വിശുദ്ധിയുടെ യോഗ്യത, ഇതെല്ലാം കൂടെ ഒരു ബോക്സിനകത്തിരിക്കാൻ വരുന്നത്, ഒരു ഖജനാവ്, ഒരു ട്രഷർ ഇതിനകത്തിരിക്കാൻ വരുന്നത്. ഈ ബോക്സിന്റെ കാവൽക്കാരി ആരാണ്? തിരുസഭയാണ്. തിരുസഭ അതിലെടുക്കുക, ബോക്സ് തുറന്ന് അതിലെടുത്തിട്ട് ഈശോയുടെ സകലത്തിന്റെയും മരണത്തിന്റെ യോഗ്യതയിൽ നിന്നും വിശുദ്ധയുടെ വിശുദ്ധിയുടെ യോഗ്യതയിൽ നിന്നും അതിലെടുത്തിട്ട് മക്കളായ നമുക്ക് തരാം. മക്കളെ കടമ്പേട്ടേക്ക് ഇതാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. ഇതാണ് ദണ്ഡവിമോചനം. സകലത്തിന്റെയും മരണത്തിന്റെയും യോഗ്യത, സകല വിശുദ്ധയുടെയും വിശുദ്ധിയുടെ യോഗ്യത, ഇതെല്ലാം കൂടെ ഒരു ബോക്സിനകത്തിരിക്കാൻ വരുന്നത്, ഒരു ഖജനാവ്, ഒരു ട്രഷർ ഇതിനകത്തിരിക്കാൻ വരുന്നത്. ഈ ബോക്സിന്റെ കാവൽക്കാരി ആരാണ്? തിരുസഭയാണ്. തിരുസഭ അതിലെടുക്കുക, ബോക്സ് തുറന്ന് അതിലെടുത്തിട്ട് ഈശോയുടെ സകലത്തിന്റെയും മരണത്തിന്റെയും യോഗ്യതയിൽ നിന്നും വിശുദ്ധയുടെ വിശുദ്ധിയുടെ യോഗ്യതയിൽ നിന്നും അതിലെടുത്തിട്ട് മക്കളായ നമുക്ക് തരാം. മക്കളെ കടമ്പേട്ടേക്ക് ഇതാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. ഇതാണ് ദണ്ഡവിമോചനം. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ശ്രദ്ധിക്കുക, നിങ്ങളുടെ ശരീരം, നമ്മുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അടുത്തത്, ക്രിസ്തുവിന്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്നോ? ഒരിക്കലുമില്ല. വേശ്യയുമായി വീഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നു എന്ന് നിങ്ങൾക്ക് അറിയൂടെ തന്നെ. എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും. കർത്താവുമായി സംയോജിക്കുന്നവൻ അവളോട് ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളവരുമേ. ആമേ. ഞങ്ങൾക്ക് വേണ്ടി പേടിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.